ഹായ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കരിമംഗല്യം മാറില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്നവർ ശ്രദ്ധിക്കാം. നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിലാണ് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം കറക്റ്റ് ആവുള്ളൂ. അപ്പം നമ്മൾ പുറമെ തേച്ചിട്ട് മാറിയില്ല എന്ന് കാണുമ്പോൾ നിരാശപ്പെടരുത്. നിങ്ങൾ എന്തായാലും നമുക്കൊരു അതായത് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിൻ്റെ ഹെൽത്ത് നമ്മുടെ ത്വക്കിനെ ബാധിക്കും. കാരണം ലിവർ നമ്മൾ ക്ലിയർ ആയിട്ടിരുന്നാലാണ്, അതിൽ നല്ല കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് ഇരുന്നാലാണ് നമ്മുടെ സ്കിന്ന് നല്ലതാവത്തുള്ളൂ, സ്കിന്നിലെ രോഗങ്ങൾ മാറത്തുള്ളൂ. അതുപോലെ തന്നെ അതുകൊണ്ട് ഇത് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ പുറമെ വാരി തേച്ച് മാറാത്തവർ ശ്രദ്ധിക്കുക. നിങ്ങൾ ലിവർ ഫങ്ഷൻസ്, ഫാറ്റി ലിവർ ഒക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ HDLൻ്റെ അളവൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ചീത്ത കൊളസ്ട്രോളൊക്കെ കളയണം. അപ്പോൾ നമുക്ക് എന്താവണം, നമ്മുടെ നല്ല ഫാറ്റിനെയൊക്കെ നമുക്ക് കയറ്റണം, പൊട്ട ഫാറ്റിനോട് കളയണം. അപ്പോൾ നമുക്ക് നേച്ചുറലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെ നമ്മുടെ ഫുഡിൻ്റെ ഒരു രീതി മാറണം. അങ്ങനെ ആ ഫുഡ് നല്ല നേച്ചുറലായിട്ടുള്ള നല്ല ഫാറ്റുകൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുക. അതിൻ്റെ അളവൊക്കെ കറക്റ്റ് ആക്കുക. അങ്ങനെ ആയാൽ തന്നെ ആസിഡിറ്റി പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലൊരു ഡോക്ടറെ കണ്ട് അതൊക്കെ മാറ്റിയെടുക്കുക. അതുപോലെ വൈറ്റമിൻസിൻ്റെയും ഒക്കെ കുറവുകളുണ്ടെങ്കിൽ അതിനുള്ള ടാബ്ലറ്റ്സ് എടുക്കുക. ബി കോംപ്ലക്സ് പോലുള്ള ഗുളികകൾ, അതേപോലെ തന്നെ ഈ ഫ്ലാക്സ് സീഡ് ഓയിലിൻ്റെ ടാബ്ലറ്റൊക്കെ കിട്ടുക നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്. അതൊരു വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിലിലേക്കാണ് നമ്മൾ മാറേണ്ടത്. അപ്പോൾ നല്ല ഫാറ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല പ്രോട്ടീനും അതേപോലെ തന്നെ നല്ല ഫാറ്റൊക്കെ നമുക്ക് ശരീരത്തിലേക്ക് കിട്ടാനായിട്ട് കുറച്ച് നല്ല ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ നട്ട്സ് ഒക്കെ നമുക്ക് ശരീരത്തിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റും. അതായത് നമ്മുടെ പീനട്ട് കഴിക്കുന്നത് നല്ലതാണ്. കപ്പലണ്ടി കുറച്ച് കുതിർത്ത് വെച്ചിട്ട് അത് ഇപ്പോൾ സാധാരണ കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാം. അതിനാളും നല്ലത് ഇതിനെ കുതിർത്തിയിട്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ആൽമണ്ട്, കാഷ്യൂനട്ട് അതൊക്കെ നല്ല ഗുഡ് ഫാറ്റാണ്. അതൊക്കെ ഇത്ര അളവുണ്ട് കേട്ടോ. ഒരു 5 എണ്ണമൊക്കെ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ കഴിക്കണത്. വാൽനട്ട് അത് നല്ല നമ്മുടെ ബയോട്ടിക് മിക്സിലുണ്ട് അതൊക്കെ. അപ്പോൾ അതൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ബയോട്ടിക് മിക്സ് സെയിലിനുണ്ടോ, ബയോട്ടിക് പൗഡർ സെയിലിനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൗഡർ സെയിലിനില്ല, പക്ഷെ നമുക്ക് നട്ട്സിൻ്റെ സീഡ്സിൻ്റെ മിക്സ് നമ്മൾ സെയിലിന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരംഭിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ് ഇടയിൽ പറഞ്ഞു വന്നപ്പം. അപ്പോൾ നമ്മുടെ ലിവർ ഫങ്ഷൻസ് ചെക്ക് ചെയ്യണം, ഫാറ്റി ലിവർ ചെക്ക് ചെയ്യണം, അതൊക്കെ നോർമൽ ലെവലിലേക്ക് മാറ്റണം. അതിനായിട്ടുള്ള നല്ല പ്രോട്ടീനും അതേപോലെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സിൽ നമ്മുടെ പേരയ്ക്ക, ഏത്തപ്പഴം, അവക്കാഡോ ഇതൊക്കെ കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ത്വക്കിൻ്റെ കാര്യം നിങ്ങളത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ തന്നെ അതിന് സ്കിന്നിൽ മാറ്റങ്ങൾ കാണാം കേട്ടോ. അപ്പം പിന്നെ അസിഡിറ്റി പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. പിന്നെന്താണ്, നാടൻ പാല് കുടിക്കുന്ന ശീലമുള്ളവർ നാടൻ പശുവിൻ്റെ പാല് മാത്രം, അതായത് നമ്മുടെ നാടൻ പശുക്കളുണ്ടല്ലോ, നമ്മൾ മേടിക്കുന്നതൊക്കെ വേറെ മറ്റിനങ്ങളിൽ പെട്ട പശുക്കളുടെ പാലായിരിക്കും. അതൊക്കെ നമ്മുടെ സ്കിന്നിന് ദോഷം ചെയ്യുന്നതാണ് പറയുന്നത്. കാരണം അതൊക്കെ ഇപ്പോൾ ഒരു വെബിനാറിൽ ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടതാണ്. നമ്മൾ ഈ മേടിക്കുന്ന ജേഴ്സി ഇനത്തിൽപ്പെട്ടൊക്കെ പശുക്കളുണ്ടല്ലോ, ആ പശുക്കളുടെ പാലൊക്കെ അതിൻ്റെ ഫാറ്റൊക്കെ നമ്മുടെ ത്വക്കിൻ്റെ അടിയിലാണ് അതിന് ഡെപ്പോസിറ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചിലവർ വെയിൽ ഏൽക്കുമ്പോൾ പെട്ടെന്ന് കറുക്കും, അതുപോലെ തന്നെ AC-ലിരിക്കുമ്പോൾ വെളുക്കും. അതൊക്കെ ഈ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പെട്ടെന്ന് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നാടൻ പശുവിൻ്റെ പാല് മാത്രം കുടിക്കാനായിട്ട് ശീലിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള കോസ്മെറ്റിക്സ്, സിന്തറ്റിക് ആയിട്ടുള്ള കോസ്മെറ്റിക്സ് ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ എത്രയോ ലിപ്സ്റ്റിക് ആണെങ്കിലും നമ്മൾ മുഖത്ത് ഗ്ലോ കൂട്ടാനും നിറം കൂട്ടാനും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, കെമിക്കൽ അടങ്ങിയത് പെട്ടെന്ന് കിട്ടണം നമുക്കെല്ലാം. പക്ഷേ പെട്ടെന്ന് കിട്ടുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും. എന്നിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് 2 ദിവസം പാക്ക് ഇടുമ്പോഴേക്കും അത് മാറണം എന്ന് പറഞ്ഞിട്ട് അത് മാറാണ്ടാവുമ്പോൾ അത് മാറില്ല എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അപ്പോൾ പതിയെ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആവുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളത് നോക്കണം കേട്ടോ. അതിനെ ബാധിക്കുന്നതാണ്, ത്വക്കിനെ ബാധിക്കുന്നതാണ്. ലിവറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ത്വക്കിനെ ബാധിക്കും, അസിഡിറ്റി പ്രോബ്ലങ്ങളൊക്കെ ത്വക്കിനെ ബാധിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്തായാലും നമ്മുടെ ഫുൾ ഹെൽത്തിനെ അത് നോക്കേണ്ടതാണ്. അപ്പോൾ ഈ കരിമംഗലത്തിനെ കുറിച്ച് പറയണത് കൊണ്ടാണ് ഇതിനെ കുറിച്ച് പറയണത്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും നോക്കണം. അപ്പോൾ പിന്നെന്താ,
ഇപ്പോൾ നട്സിൻ്റെ സീഡ്സിൻ്റെ ഫ്രൂട്ട്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതേപോലെ നമ്മുടെ കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട മധുരക്കിഴങ്ങ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നല്ല പ്രോട്ടീൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ ഈ പിമ്പിൾസ്, ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് പിമ്പിൾസ് വന്ന കുഴി എനിക്കുണ്ട് കേട്ടോ, അതൊന്നും മാറില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ പറയുന്നത് പിമ്പിൾസ് വന്ന കുഴികൾ മാറും. കാരണം എന്ന് വെച്ചാൽ നല്ല പ്രോട്ടീൻ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ അത് സ്കിന്നിലേക്ക് ഇതൊക്കെ അത് തൂർന്ന് പൊക്കോളും. നമ്മൾ വിചാരിക്കും പോവില്ല എന്ന്, അതൊക്കെ നല്ല ലെവലായിട്ട് നല്ല സ്കിന്നായിട്ട് മാറും. പിന്നെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയട്ടെ. ഞാൻ നമ്മുടെ ബയോട്ടിൻ മിക്സ് ഉണ്ടല്ലോ, അത് കഴിക്കാൻ ഇപ്പോൾ ഒരു 2-3 മാസത്തോളം അടുപ്പിച്ച് കഴിച്ച് വീണ്ടും അത് തീർന്ന് ഞാൻ വീണ്ടും ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്കിന്നിൻ്റെ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ സ്കിൻ ഡള്ളായ പോലെയായിരുന്നു കുറേ നാളുകളായിട്ട് എനിക്കുണ്ടായിരുന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നും പുരട്ടാറില്ല. ചിലപ്പോൾ ഞാൻ വല്ലയിടത്തേക്കും പോയി വന്നിട്ടായിരിക്കും അതേ കരിവാളിച്ച അവസ്ഥയിലായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ക്യാമറയിൽ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. എൻ്റെ സ്കിന്നിന് എനിക്കൊരു മാറ്റം വന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ബയോട്ടിൻ, അതായത് നമ്മുടെ ആൽമണ്ട്, വാൽനട്ട്, പീനട്ട്, ഇതൊക്കെ സീഡ്സുകൾ, അതൊക്കെ എള്ള്, അങ്ങനെ നിങ്ങൾക്കറിയാലോ വീഡിയോയിലുണ്ട്. അതൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ട് അത് ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല മാറ്റം എൻ്റെ സ്കിന്നിലുണ്ട്, ഹെൽത്തിനുണ്ട്. എൻ്റെ ക്ഷീണമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് സ്കിന്നിൽ നന്നായിട്ടത് മാറ്റം. അതുകൊണ്ട് ഞാൻ അതെന്തായാലും സ്ഥിരമാക്കാണ്. ഞാൻ ശ്രദ്ധിച്ചിരുന്ന ആളല്ല. ഞാൻ നിങ്ങളോട് പറയുന്ന ടോപ്പിക് ഇതാണെങ്കിൽ കൂടി ഞാനിതൊന്നും പേഴ്സണലി ശ്രദ്ധിക്കുന്ന ആളല്ല. എല്ലാം വലിച്ച് നമുക്ക് തോന്നണതൊക്കെ കഴിക്കുന്നൊരു സ്വഭാവക്കാരിയാണ്. പക്ഷേ ഇതിലേക്ക് മാറിയപ്പോൾ എനിക്ക് സ്കിന്നിന് നല്ല മാറ്റം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് നമ്മുടെ ഒരു ഇതാണ് വേണ്ടത് അല്ലേ. നമുക്കൊരു വിശ്വാസം വേണം, നമുക്കത് കണ്ട് മനസ്സിലാവുമ്പോൾ നമുക്കത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക, ഹെൽത്ത് ഓക്കെ ആക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഓക്കെ ആവും. അത് ഓക്കെ ആവാണ്ട് അത് ശരിയാവാതെ കിടന്നിട്ട് നമ്മുടെ പുറമെ കാര്യങ്ങൾ പറ്റിയിട്ട് മാറില്ല. ചിലർക്ക് അത് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മാറ്റം കാണാം. കാരണം അവർക്ക് വേറെ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് അപ്പോൾ അല്ലാത്തവർ എന്ത് ചെയ്യണം? മാറില്ല എന്ന് പറഞ്ഞ് നിരാശയുടെ വാക്കുകൾ പറയാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവന്നാൽ, ആവശ്യമില്ലാത്തത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആകും. അതിനൊരു സംശയവും. അതൊക്കെ എല്ലാവരും പരീക്ഷിച്ച് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. സന്തോഷമായിട്ടുള്ളൊരു മനസ്സ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല, എങ്കിലും എന്തിനാണ് സ്ട്രെസ്സും? അതിനൊന്നും ആവശ്യമില്ല. ഓരോ ദിവസവും അതതിൻ്റെ, ഞങ്ങൾക്ക് ബൈബിളിൽ വചനമുണ്ട്, ഓരോ ദിവസവും അതതിൻ്റെ ക്ലേശം മതി. നാളെയോ മറ്റന്നാളോ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് വിശ്വാസം അർപ്പിച്ച് നല്ല കാര്യങ്ങൾ നല്ല മനസ്സോടെ ചെയ്യുക. അങ്ങനെ കാര്യം കുറ്റം പറയാതിരിക്കുക, നെഗറ്റീവായി ചിന്തിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ ഓരോ ദിവസവും സൃഷ്ടാവ് ദൈവം നടത്തിക്കൊള്ളും. അപ്പോൾ അമിതമായ സ്ട്രെസ്സ് സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാൻ ഞാൻ വിട്ടുപോയിട്ട് നിങ്ങളെല്ലാം പറയണമെന്ന് വെച്ചിട്ടൊക്കെ ഇരിക്കും, പക്ഷേ മറന്നു പോകും. അപ്പോൾ അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലിടാം കേട്ടോ. അപ്പോൾ പുറമേ പുരട്ടിയിട്ട് മാറാത്തവർ നിങ്ങളുടെ ഈ കാര്യങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക, അതൊക്കെ നോർമലാക്കുക. അപ്പോൾ മാറ്റം ഉണ്ടാകും. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.